പാർവതിയെ കല്യാണം കഴിക്കണമെന്നാ എന്റെ ആഗ്രഹം. ആ പാർവതിക്ക് സമ്മതമാണോ? Will you marry me? എന്തുപറ്റി? എന്തിനാ കരയുന്ന? ഇതൊരിക്കലും നടക്കില്ല സാർ. എന്താ കാരണം? സാറിന് എന്റെ അവസ്ഥ അറിയാലോ. ഓരോ ദിവസത്തെയും ചെലവിനുള്ള കാശുണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം എന്റേത്. സാറിന്റെ നിലയും വിലയുള്ള ഒരാള് എന്നെ പോലൊരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന പോലെ ശരിയല്ല. കമോൺ പാർവതി, ഇന്നത്തെ കാലത്ത് ആരാ നിലയും വിലയൊക്കെ നോക്കി സ്നേഹിക്കുന്നത്? എനിക്ക് പാർവതി ഇഷ്ടമാ. ജീവിതകാലം മുഴുവൻ പാർവതി എന്റെ കൂടെ ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. പാർവതി അത് ആഗ്രഹിക്കുന്നുണ്ടോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ ഒരിക്കലും സാറിനെ അത്തരത്തിൽ കണ്ടിട്ടില്ല. സാറിന്റെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതെന്താ വിചാരിക്കത്ത്? അങ്ങനെ വിചാരിക്കുന്നില്ല, എന്താ തെറ്റ്? ഇത്രയും കാലം എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് അറിയാതെ നീ എന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും ചിന്തിച്ചു കാണില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലേ? ഇനി എന്നെ അംഗീകരിച്ചൂടെ? പറയൂ പാർവതി. ഇല്ല സർ, എനിക്ക് സാറിനെ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവനും സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നല്ലാതെ സാറിന്റെ ഭാര്യ അവിടെ നിന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് സാറിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാനും കഴിയില്ല. എന്തുകൊണ്ട്? ഞാൻ സാറിന്റെ ദൈവത്തെ പോലെ കാണുന്ന, സാറിന് വേണ്ടി മരിക്കാൻ പോലും എനിക്ക് മടിയില്ല. സാറിനോട് അത്രയ്ക്ക് കടപ്പാട് എനിക്കുണ്ട്. പക്ഷെ സാറിന്റെ ഭാര്യ അവൻ എന്നോട് പറയരുത്, എനിക്കതിന് പറ്റില്ല. എന്നോട് ക്ഷമിക്കണം സർ, ക്ഷമിക്കണം സർ, എന്നോട് ക്ഷമിക്കണം സർ. എന്റെ മനസ്സ് ഞാൻ പ്രിയൻചേട്ടന് കൊടുത്തുപോയി സർ. എനിക്ക് പ്രിയൻചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മാപ്പ് തരണം സർ. കാറ്റിൽ കോഴിയും നീയോ തീരം തീരയും മിഴിനീരിൽ താനെ തളയും ഇരുൾ നീയോ
ഞാൻ എല്ലായിടത്തും തെരഞ്ഞു ആന്റി. കൈലാഷ് എവിടെയില്ല. ഇനി കൈലാഷ് പാർവതി പ്രപ്പോസ് ചെയ്ത് കാണൂ. അങ്ങനെ വല്ലതും സംഭവിച്ചാലുണ്ടല്ലോ, ഞാൻ എങ്ങനെ പ്രതികരിക്കുന്ന എനിക്ക് പോലും അറിയില്ല. ഛെ, നിന്നെ ഈ കാര്യം ഏൽപ്പിച്ചപ്പോ തന്നെ എല്ലാം കോളമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണമായിരുന്നു. ആന്റി ഞാൻ ദേ, നീ മിണ്ടരുത്. ഞാൻ എന്ത് നടക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുക. വെറുതെ ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് എന്റെ ക്ഷമയെ ഇങ്ങനെ പരീക്ഷിക്കരുത്. ആന്റി സീതേ, കൈലാഷ് എവിടെ? എല്ലാ ഗസ്റ്റുകളും അവനെ അന്വേഷിക്കാണ്. കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായിട്ടും അവൻ എന്താ വരാത്തത്? അറിയില്ല. ഞാൻ അവനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൈലാഷ് പിറന്നാളിന് എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കി അത് തടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, അല്ലേ? അയ്യോ അങ്കിൾ, ഞങ്ങള് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളും കൈലാഷിനെ കാണാത്തതിന്റെ ടെൻഷനിലാണ്. അതിനിടയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കരുത്. നീ കാരണം ഈ പരിപാടി എങ്ങാനും കുളമായാൽ ദേ, ഈ അഭിനയമൊന്നും നിന്നെ രക്ഷിക്കില്ല. അങ്കിൾ ഞാൻ എടാ പാറുവിനെ കണ്ടോ? ഇല്ലടാ. നീ ടെൻഷൻ ആകല്ലേ. പാറു നല്ല പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടില്ലേ. അവള് കൈലാഷ് സാറിനെ കാര്യങ്ങളെല്ലാം ശാന്തമായി പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളും. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു പ്രിയം ചേട്ടാ. ഇതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. കൈലാഷ്, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ആരോടും ഒന്നും പറയാതെ പോകുന്ന മര്യാദയാണോ? ഇത്രയും ഗസ്റ്റ് നിനക്ക് വേണ്ടി കാത്തു നിൽക്കായിരുന്നില്ലേ? ആന്റി അതൊക്കെ പോട്ടെ. കൈലാഷ് ഇപ്പൊ വന്നല്ലോ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യാൻ സാറേ. വരൂ സാറേ. യെസ്, ഇനിയും വൈകിക്കേണ്ട. ജസ്റ്റ് കട്ട് ദ കേക്ക്. കൈലാഷ്,